നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ മൊറോക്കോക്ക് തകർപ്പൻ ജയം, ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അവർ വിജയിച്ച് കയറിയത്. ഈ വാർത്ത ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ഹലോ ബ്രസീൽ, മൊറോക്കോ ക്രഷ്ഡ് അനദർ വൺ വിത്തൗട്ട് മേഴ്സി, കീപ്പ് ആൻ ഐ ഓൺ ദം ഫോർ ദി വേൾഡ് കപ്പ്. ബ്രസീലിനോടൊരു മുന്നറിയിപ്പ് എന്ന രൂപത്തിലാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. ബ്രസീൽ, മൊറോക്കോ ഇതാ മറ്റൊരു ടീമിനെ കൂടി ഞെരിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഒരു ദയവുമില്ലാതെ അവരെ ശ്രദ്ധിച്ചോ എന്നാണ് പറയുന്നത്. അവരെ ശ്രദ്ധിച്ചോ. അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ ശ്രദ്ധിക്കണം. ബയേണ് പോലും അവൻ്റെ പിന്നാലെയുണ്ട്. അവൻ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ആഞ്ചലോട്ടി, അവൻ്റെ മേലൊരു കണ്ണുണ്ടായിക്കോട്ടെ. ഇസ്മായിൽ സൈബരിയുടെ കാര്യം പറയുകയാണ്. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ആദ്യ മത്സരം ഈ മൊറോക്കോക്കെതിരെയാണ്. മിന്നും ഫോമിലാണ് മൊറോക്കോ നിൽക്കുന്നത്. മെഡഗാസ്കറിനെയാണ് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ഇന്നലെ ഫ്രണ്ട്ലി മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തിയത്. ഇസ്മായിൽ സൈബരി ഇരട്ട ഗോളുകൾ അടിക്കുകയുണ്ടായി. PSV ഐന്തോവനിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബയൺ മ്യൂണിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും റഹീമി പെനാൽറ്റിയിലൊരു ഗോൾ അടിച്ചു. എൽകാബി മറ്റൊരു ഗോൾ കൂടി 86-ാമത്തെ മിനിറ്റിൽ അടിച്ചപ്പോൾ 4-0 തകർപ്പൻ ജയമാണ് മൊറോക്കോ നേടിയിരിക്കുന്നത്. വേൾഡ് കപ്പിൽ അവർ ബ്രസീലുമായിട്ടാണ് ആദ്യ മത്സരം കളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു മത്സരം, കഴിഞ്ഞ വേൾഡ് കപ്പുകളിൽ ബ്രസീലിന് വലിയ നൈറ്റ്മെയറായി മാറിയൊരു ടീം, ആ ടീമും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടി. അതായത് ക്രൊയേഷ്യയും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബെൽജിയം വിജയിച്ചിരിക്കുന്നു. ടെയിൽമെൻസ് 38-ാമത്തെ മിനിറ്റിലും റൊമെലു ലുക്കാക്കു കളിയുടെ അവസാന നിമിഷത്തിലും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ബെൽജിയം സ്വന്തമാക്കിയിരിക്കുന്നു. ക്രൊയേഷ്യയെ വീഴ്ത്തിയിരിക്കുന്നു. ഏതായാലും മറ്റൊരു മത്സരത്തിൽ വെയിൽസും ഗാനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനിലയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.